ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ഇന്ന് നമ്മൾ റിമി ടോമിയുടെ ലൈവ് ഷോ കാണാൻ പോവുകയാണ്. അതായത് റിമി ടോമി 2025 സിഡ്നി വെച്ച് നടത്തുന്ന ഒരു ഷോയാണ്. ഒരുപാട് ആളുകൾ വളരെ ദൂര സ്ഥലത്ത് നിന്ന് വരെ യാത്ര ചെയ്ത് ഈ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി ഷോ ആയിരുന്നു. ഇതൊരു 3 പാർട്ടായിട്ടുള്ള ഷോയാണ്. ഫസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മൾ ഓൾവേസ് അറിയാലോ, നമ്മൾക്ക് എല്ലാവർക്കും സൂപ്പർ അന്വേഷണം ഉണ്ട്. A name that resonates with excellence in Malayalam entertainment industry. A complete entertainment package personified. Get ready to be dazzled in a charming aura. Brace yourself for an unforgettable performance. Idha varunnu the powerhouse herself. Ladies and gentlemen, put your hands together to the sensational Rimi Tomi. The performing star, dynamic vocalist, unbeatable talent, power-packed performer, versatile playback singer. Let's welcome one and only Rimi Tomi. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അഞ്ചന്മാർക്കും നമസ്കാരം. എത്ര നാളെ എന്റെ സിഡ്നിക്കാരെ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ വരുമ്പോ തൊട്ടേ നമ്മുടെ ഷീല ചേച്ചി പറഞ്ഞോണ്ടിരിക്കും സിഡ്നി ഷോ. ഞാൻ പറഞ്ഞു ചേച്ചി സിഡ്നി ഷോ വരുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് സിഡ്നി ഷോ തകർക്കണം എന്ന് പറഞ്ഞ് വന്നപ്പോ തൊട്ടേ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സിഡ്നി. കിഡ്നി എന്നൊക്കെ പറയണല്ലേ. അതായത് ഞാൻ ഒരു 3ാമത്തെ പ്രാവശ്യം, അതായത് 2007 ഒരു 16 വർഷം മുമ്പ് ഒരു പ്രാവശ്യം വന്നു. പിന്നെ 10 വർഷം മുമ്പ് ഒരു പ്രാവശ്യം വിജയ് യേശുദാസ് അങ്ങനെ ഒരു ടീമിൽ വന്നിട്ടുണ്ട്. അതാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത്രയും പേരുണ്ടായിരുന്നു അന്ന്. ഓക്കെ. പിന്നെ ഇപ്പൊ ഒരു 7-8 വർഷം, എത്ര വർഷം എനിക്ക് അറിയത്തില്ല വരുന്നത്, കുറെ വർഷങ്ങൾ കൂടിയാണ് വരുന്നത്. പിന്നെന്താ പറയാ, ഓസ്ട്രേലിയ തന്നെ ഓസ്ട്രേലിയ വിട്ടു ഏത് കുഞ്ഞു പിള്ളേർക്കും അബ്രോഡുള്ള ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ സിഡ്നി. സിനിമയിലാണെങ്കിലും ഇപ്പൊ ന്യൂയോർക്ക് എന്നൊക്കെ പറയണ പോലെ, കാരണം ഓസ്ട്രേലിയ തന്നെ ഒരു സ്ഥലം അറിയത്തെങ്കിൽ എല്ലാവർക്കും സിഡ്നിയുടെ പേരറിയും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഒരുപക്ഷെ ബൈബിളിലൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ എന്ന് വിളിക്കുന്ന ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരു പക്ഷെ അതിന്റെ വാല്യൂ അറിയാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എത്രയോ പേരൊന്ന് ഫ്ലൈറ്റ് കയറാനും പോലും പറ്റാത്ത ആൾക്കാരെ ഉണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പിള്ളേരെ വളർത്തുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ വീട് വാങ്ങിക്കുന്നു, കെട്ടിടങ്ങൾ പൊക്കുന്നു. അതൊക്കെ വലിയ ഭാഗ്യം ചെയ്ത കാര്യം തന്നെയാണ്. ഞാൻ ഈ പറയുമ്പോഴൊക്കെ ഈ ചേട്ടൻ മനസ്സിൽ വിചാരിക്കുന്നത്, ഇപ്പൊ പറയട്ടെ, TV-യിൽ കാണുമ്പോൾ എന്തൊരു സൈസ്, ഇപ്പൊ ഇത് ഇത്ര ഉള്ളല്ലേ എന്നല്ല വിചാരിച്ചു. അപ്പുറത്തിരിക്കുന്ന ചേച്ചി എന്താ വിചാരിച്ചത്? ആ പണ്ടത്തെ ചക്കപ്പോത്ത് പോലെ ഇരുന്ന ആളാണോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചോ? പിന്നെ ചിലർ വിചാരിക്കുന്നു ഇതിന് മാത്രം പുട്ടിയാണോ അത് ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ചിലർ വിചാരിക്കുന്നു. ഇത്ര ഹൈറ്റേ ഉള്ളോ എന്നാണ് കണ്ണാടി വെച്ച ചേട്ടൻ വിചാരിച്ചത്. പക്ഷെ ചിലവർ വിചാരിക്കുന്നു ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ റിമി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക്
എനിക്കൊരു കുഴപ്പമുണ്ട്. ആ സാരി എങ്ങനെയുണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് ഇതൊക്കെ തരണം. അപ്പോൾ കാരണം ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട്. ഒന്ന് വാമപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും. പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഒരു ഫീലിലോട്ട് പതുക്കെ പതുക്കെ വരും. मेरे ढोलना मेरे प्यार की धुन, मेरे ढोलना मेरे ढोलना मेरे प्यार की धुन, मेरे ढोलना मेरी चाहते तो फिजा में बहेगी, जिंदा रहेगी होके फना। मेरे ढोलना मेरे प्यार की धुन, मेरे ढोलना मेरे ढोलना मेरे प्यार की धुन, मेरे ढोलना നന്ദി പറയുക. അങ്ങനെ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒത്തുകൂടാൻ പറ്റിയപ്പോൾ നിങ്ങളായിട്ട് മാക്സിമം മനസ്സ് തുറന്ന് സന്തോഷിച്ച് ചിരിച്ച് നല്ല ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്കൊരു മലയാളം പാട്ട് കേട്ടില്ലല്ലോ നിങ്ങൾ വിചാരിച്ചോ? എത്രയാണെങ്കിലും ആ മലയാളം മറക്കാതെ സംസാരിക്കാനും പിള്ളേരെ പഠിപ്പിക്കുന്നതും മലയാള സിനിമകൾ കാണിക്കുന്നതും മലയാളം പാട്ട് പഠിപ്പിക്കുന്ന ഇവിടുത്തെ പേരൻസിന് ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കാതിരിക്കാൻ വയ്യ. ചോദിച്ചു ഭാര്യ ഭർത്താവിനെ ആ ഒരു ഇതാ ചേട്ടൻ പേടിച്ച് കയ്യോന്നൊക്കെ, അതല്ല. സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നേക്കുന്ന മനുഷ്യന് തന്നേക്കുന്ന ഒരു പ്രത്യേകതയാണ്. 80-കാരനെ 17-കാരനാക്കുന്നു, 60-കാരിനെ 16-കാരിയാക്കുന്ന ഒരു മനോഹരമായ ഒരു ഫീലാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ തൊട്ടടുത്തിരിക്കുന്നവരിലൊന്ന് കയ്യെ കയറി പിടിക്കേണ്ട കാര്യമൊന്നും തൊട്ടാൽ മതി. തൊട്ടടുത്ത് പാർട്ട്ണർ ആണെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേറൊരാളുടെ കയ്യെ കയറി പിടിച്ചിട്ട് മുഖത്ത് പട്ടയെന്നൊരു അടി കിട്ടിട്ട് ഞാനാണ് കാരണക്കാരി എന്ന് പറയരുത്. പിടിച്ചോ. എന്തായാലും ഒരാൾ സ്നേഹിക്കാനുണ്ടാവും. ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ നാട്ടിലായിരിക്കും അവര്, ചിലപ്പോൾ ചിലർ. എന്തൊരു ചേലാന്ന് നോക്കി ഇതിലുണ്ട് ആ പാട്ട്. ഏത് പാട്ടാന്നല്ലേ? കേട്ടു നോക്കാം. ഏതാണ്? ബ്യൂട്ടിഫുൾ. ഇനി കുറച്ചു പേരും കൂടെ എടുത്താൽ ഫുള്ള് രസമായിരിക്കും ഇവിടെ. ആഹാ. എന്തൊരു ചേലാണ്, നെഞ്ചില് നേരാണ്, എന്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണി പൂ
നല്ല ട്യൂൺ കേട്ടാൽ നമ്മൾ അങ്ങ് ആസ്വദിക്കും. അതൊരു പക്ഷെ അന്യഭാഷക്കാർക്ക് ഈ ഒരു ഇതുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ ഞാൻ പാടാൻ പോകുന്നത് പല പാട്ടുകളും പല സിനിമകളും റീമേക്ക് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഴയ പാട്ടുകളൊക്കെ പുതിയ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പ്രേമലൂല് യയ്യ യാദവ, പിന്നെ ദേവദൂതൻ വന്നു, ഓസ്ലർ എന്ന സിനിമയിൽ പൂമാനമേ എന്ന പാട്ട് വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് നോക്കുവാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് കണ്ടവരൊന്നും കേടിച്ച് മഞ്ഞുമൽ ബോയ്സ് മനുഷ്യരുണരൂ, ഇത് മനുഷ്യരുടെ സ്നേഹമല്ല, അതെയും താണ്ടി പുനിതമാനത്. പുനിതം മാത്രം എന്ന് പറഞ്ഞ പുനിതം അത് പാടിയാ മതി. ഓക്കെ, മനിതർ ഉണർന്ന കൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. അയ്യോ, ഇടയ്ക്ക് ക്ലാസ്സിന് പോകുന്നുണ്ടോ? പാട്ട് ടീച്ചറുകളും വരുന്നുണ്ടോ? ഒന്നിച്ചിരുന്ന് പഠിക്കുവാണോ? എങ്ങനെ ശ്രുതി ചേർത്തൊക്കെ പാടാൻ പറ്റുന്നു? ഒന്ന് ഒറ്റയ്ക്ക് നോക്കുമ്പോ പലർക്കും ധൈര്യമില്ല, പക്ഷെ കൂട്ടത്തോട് പാടുമ്പോ എന്ത് കറക്റ്റ് ആയിട്ട് പാടുന്നത്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. അഭിരാമിയെ താലാട്ടും സ്വാമിയെ താൻ താനെ തിരിയുമാ, സുവരാലിയെ ഇവരിൽ നീയും കാതിയെ അറിവും ഉനക്ക് പുരിയുമാ, സുവരാലി ലാലിയെ ലാലി ലാലിയെ അഭിരാമി ലാലിയെ ലാലി ലാലിയെ. ഓ കൺമണി കണ്ടോട് കാതലൻ നാനിൽ കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ
ലാലിയേ ലാലി ലാലിയേ ശുഭലാലി ലാലിയേ ലാലി ലാലിയേ. കമലഹാസന്റെ പോലെ പറഞ്ഞു നോക്കണം. കൈയടിക്കോ? മനിതനോട് എന്തുകൊള്ള ഇത് മനിതക്കാരമല്ല, അതെയും താണ്ടി പുരിതമാനത്. ലിജോ, സൂപ്പർ ലിജോ. അതിനി ഞാൻ വായിക്കണോ? ഇവിടെ ഇരുന്ന് പാടിക്കൂ. ബഹുമുഖ പ്രതിഭകളാണ് കേട്ടോ. സൂപ്പർ ലിജോ, വേറെ ഒന്നും പറയല്ല. അപ്പൊ ഞാൻ ഇനി അടുത്ത പാട്ടിലോട്ട് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു പർദീസയാക്കി മാറ്റാൻ പോവുകയാണ്. പലർക്കും പിടികിട്ടി കഴിഞ്ഞ ഏത് പാട്ടിലോട്ടാണ് പോണത്. ഓൾറെഡി നിങ്ങളൊരു പർദീസയിലാണ് താമസിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല. സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഒരു സൈഡിലോട്ട് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ഇതുപോലെ കിട്ടുന്ന കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ മുറുകി പിടിച്ച് അത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു തീർക്കും. ഓസ്ട്രേലിയ, ഇന്ത്യ വേണോ? ശരി, നിങ്ങൾ ഇന്ത്യ, നിങ്ങൾ ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരിക്കാൻ പോവാ. ഒന്നും കൂടെ ഒച്ചയെടുക്കാൻ പോകുന്ന കാര്യത്തിൽ. ഓക്കെ, ഇന്ത്യ ആയിരുന്നോ? ഇന്ത്യക്കാരി എന്ന രീതിയിൽ എനിക്കും അഭിമാനം. നാളത്തേക്ക് ഫുഡ് കഴിച്ചാ? അതെന്ത് പറ്റി? അപ്പൊ നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? നിങ്ങൾ വീക്കായി പോകാരണം ഇമ്മ്യൂണിറ്റി ഇല്ലേ? ശരി സാറിന് നമ്മൾ ഇന്ത്യക്കാരിങ്ങനെ തളർന്നു പോകരുത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാൻ പറ്റുമോ? തൊണ്ടയ്ക്ക് ഒന്ന് ക്ലിയർ ആക്കിക്കോ. തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരങ്ങൾ കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും കരയുകില്ല, ചിരികളാരും കരയുകില്ല, പുതിയ ജന്മം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് പറയാം, ചിലപ്പോൾ ഓടിപ്പോയാലോ പറയുന്നു. ഹലോ എന്റെ പൊന്നെ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. 50 ഒന്നും അല്ല. എൽസി ചേച്ചി, ഹായ്. പേര് വാസന്തി ചേച്ചി, ഉഷ ചേച്ചി. ബാ അങ്ങോട്ട് നിന്നേ, ബാ. ഇത് ഇല്ല, പക്ഷെ എന്നെക്കാളും ചെറുപ്പമായിരിക്കുന്നല്ലോ കാണാൻ. ഇത്
30 അത് ഞാൻ ഏറ്റു സമ്മതിച്ചു. പേരല്ല പറയണ, വയസ്സാ പറയണ വരുമ്പോളെ. ഓ മൈ ഗോഡ്, ഈ ബ്യൂട്ടിക്ക് മുന്നിൽ ഞാൻ ഒന്നുമല്ല. കമോൺ, ഇവിടെ നിൽക്കൂ. ഇവിടെ അല്ല, ഇങ്ങോട്ട് മാറി മാറുന്ന എല്ലാവർക്കും ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് വാ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വാ. ഇല്ല, ഇച്ചിരി കയറി വാ. ഓക്കെ, ഡിവോഷണൽ സോങ്, ഭക്തി, പള്ളി, അത് പാട്ടൊക്കെ കേൾക്കുന്നതല്ലേ ഇഷ്ടമൊക്കെ അല്ലേ? ഭയങ്കര ഇഷ്ടം. അതെ അതെ ഇഷ്ടം. പള്ളിയിലൊക്കെ സ്ഥിരം പോവും പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പാട്ടിട്ടു. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമറെ കണ്ടുപിടിക്കാൻ പോവാ. మనసిల్లాగా ఒక్కటి పుచ్చులు కొడతాడు. మంచి మంచి మనసుంటాదో ఒక్కటి నీతులు కయ్యడి కొడుక చీతాత సిట్టాట అంతా ఒకటే చెప్తాను. ఈ పక్కని ఆపిస్తారా ఊ అన్నమా మామా ఊ అన్నమా. పాట మారిపోయాడు. మగ బుద్ధి వాందర బుద్ధి ఊ అన్నమా మామా ఊ అన్నమా. ഇതിൽ ആരേറ്റവും നന്നായിട്ട് ഡാൻസ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഈക്വൽ എനർജി ആയിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അടുത്തതാ ഇപ്പൊ ഞാൻ പാടാൻ പോകുന്നത് ഇപ്പത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റാണ്. ടൊവിനോ ഫാൻസ് എവിടെ? ടൊവിനോ, എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പാട്ട് മനസ്സിലായി എന്ന് മനസ്സിലായി. പാട്ട് മനസ്സിലായോ സത്യത്തിൽ? ആ കറക്റ്റ് മോനെ, മിന്നൽ വള വിടുക്കൻ ഇപ്പോഴൊന്നും ഉണർന്നത്. അപ്പം എനിക്കിതിൽ വേണ്ടത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അസൂയോടെ നിങ്ങൾ നോക്കുന്ന ഈ ഒരാളായിരിക്കും ആ ഡയറക്ടർ നിങ്ങളെ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സമ്മാനാർഹരാവുന്നു. എല്ലാവരും കാണിക്കുന്ന സ്റ്റെപ്പ് കാണിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങൾ എത്രത്തോളം വേറിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധ പിടിച്ചു പറ്റുക. ഒക്കെ ഒന്ന് കൈയടി കൊടുത്തേ അവർക്ക്. സ്ഥലമില്ലാന്ന് ഞാൻ പറഞ്ഞതാ ഇത്രയും പേർക്ക്. എന്നാൽ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്റ്റെപ്പൊക്കെ കാണിക്കാൻ സ്ഥലം ഇച്ചിരി അങ്ങോട്ട് നിശ്ചയമാണ്. ആ വയറിൽ നിന്നിട്ട് ഷോക്ക് അടിച്ചിട്ട് അവസാനം എന്നെ കൂടെ കയറി പിടിച്ചേക്കരുത്. അവസാനം കറണ്ട് അടിക്കുമ്പോൾ നമ്മൾ 3 പേരും കൂടെ മാത്രം. അയ്യടാ, എന്നെ കൊല്ലാൻ നോക്കണ്ട. അങ്ങോട്ട് ഇച്ചിരി നീങ്ങുന്നു. ഇത് നിങ്ങൾ ഇങ്ങോട്ട് ഇച്ചിരി. എന്നാ പാട്ടിട്ടു. ഇവർക്ക് സ്ഥലം കൊടുക്കണം. കാരണം കുത്തി മറിയൊക്കെ ചെയ്യും ചില ആൾക്കാർ കേട്ടോ. ഡിഫറെന്റ് ആക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ജാക്കറ്റൊക്കെ ഊരുന്നുണ്ട്. ദൈവമേ, എന്താണ് അവരുദ്ദേശിച്ചത്? ആയിരം താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം
എനിക്ക് ബുദ്ധിമുട്ടായി, കാരണം എല്ലാവരും ഈക്വലി ഒരേപോലെ കളിക്കുകയായിരുന്നു. പക്ഷെ സമ്മാനം ഒരാൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. मेरे तू तभी रखते थे सब चलना आता नहीं था लड़कों की मस्ती में मेरे जवानी में मेरे लड़कों की जवानी में ओ यहाँ मेरी यही मेरा जिया I am a disco dancer I am a disco dancer जिंदगी मेरा गाना मैं किसी का दीवाना तू चुपो तू नाचो ओ मेरे साथ नाची गाओ I am a disco dancer I am a disco dancer come on Suji അവിടെ സിറ്റിയുടെ എനർജി come on let's go come on guys ഹലോ സിഡ്നി എല്ലാവർക്കും സുഖാണോ? ഓക്കെ
വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതില്, നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതില്. ഓക്കെ, ഇതേ വൈബിൽ ഒരു പാട്ട് കൂടെ പിടിച്ചാലോ? റെഡിയാണോ? Are you ready, guys? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സമാരകനെ കനനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ എന്ന് വന്നാൽ വിട്ട് നിന്നെ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സൊല്ലി ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം നടന്നു വന്ന സ്വർഗം പോലും കാഞ്ചി വലി ശീലം പണ്ട് മറന്ന നെഞ്ചിൽ പൊട്ടി വച്ചോരങ്ങൾ കലി തീരാത്ത വാശി അണ്ണൻ മീശ വച്ചോരാത്ത പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ അവൻ അറ്റച്ചോര കൊണ്ട് കുസാടിച്ച് സോഡാ സർബത്ത് കൊടിയിൽ മതിയാനെ തിരുക്കിടും കരുത്ത് ഇവനെ കുറച്ചു വിട്ട കടമുടങ്ങ് പത്തി പത്തി അണ്ണൻ തന്നാടൻ കൊറമല്ലോ ഇതിന്റെ നെക്സ്റ്റ് പോർഷൻ എന്റെ കൂടെ എല്ലാവരും പാടും. ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരടിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മറഞ്ഞോ താരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാനാരും പോരണ്ട ഇനിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സഹാരമൂട്ടി മരണം പടിവാതിൽ കിടന്നിടാൻ മടിക്കും സിഡ്നി നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം Thank you so much, guys. Thank you. അപ്പൊ നമ്മൾ ദീനന്ദഗത്തഗതീനന്ദഗത്തഗതീനന്ദഗത്തെയ്താരോ അറിയില്ല എല്ലാവർക്കും കൂടുപാടോ താത്തീനന്ദ തഗതീനന്ദ താത്തീനന്ദഗത്തഗതീനന്ദഗത്തഗതീനന്ദ ഇത്ര ശബ്ദം പോരാ. ഒന്നുകൂടി കുറച്ചും കൂടി ഉഷാറായിട്ടൊന്ന് പാടിക്കും. ഒന്ന് കൈയടിച്ച് പാടി എല്ലാവരും. താത്തീനന്ദ തഗതീനന്ദ താത്തീനന്ദഗ തഗതീനന്ദ തുടങ്ങാം നമുക്ക്. താരക പെണ്ണാളേ അതിരാടും മിഴിയാളേ പുരാണത്തിടും മുമ്പേ കാര്യങ്കാരും തോര പറിച്ചാട്ടേ താരക പെണ്ണാളേ അതിരാടും മിഴിയാളേ പുരാണത്തിടും മുമ്പേ കാര്യങ്കാരും തോര പറിച്ചാട്ടേ തകതക താത്തീനന്ദഗത്തെയ്താരോ തഗതീനന്ദഗത്തെയ്താരോ താത്തീനന്ദഗ തഗതീനന്ദഗ തഗതീനന്ദഗത്തെയ്താരോ താത്തീനന്ദഗ
നന്ദക പെയ്താരോ